അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം വളരെ സീനിയറാണ്. ഞങ്ങളൊക്കെ KSU കാലഘട്ടം മുതലേ ഞങ്ങൾ KSU ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപടി അംഗീകരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അല്പനും നിസ്സാരനുമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിക്കാനുള്ള വലിപ്പം എനിക്കില്ല. ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ് കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അല്പം നിസ്സാരനുമാണ് എന്നതുകൊണ്ട് ഞാൻ അതിന് പ്രതികരണം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാനിനി അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. അതിനെക്കുറിച്ച് ക്ലോസ്ഡ് ചാപ്റ്ററാണത്. പീലാത്തോസ് ബൈബിളിൽ പറഞ്ഞ മാതിരി എഴുതിപ്പോയി എന്ന് പറഞ്ഞ മാതിരി ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിലപാടുകൾ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ ഒരു വികാരപ്രകടനമായിരിക്കും. പക്ഷേ കാലാന്തരത്തിൽ ഒരു നിലപാടുകൾ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ളൊരു സമീപനവും നിലപാടും ഒക്കെ കാലാന്തരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലോ. നമ്മുടെ നിലപാടുകൾ അവർക്കും ബോധ്യപ്പെടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനങ്ങനെ ഒരു കാരണവശാലും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഈ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നീണ്ടുപോകുന്നത് ഇത്രയും വോട്ട് നൽകി വിജയിപ്പിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? അല്ല, അതിനെ സംബന്ധിച്ച് നമുക്ക് പലരും പറയുന്നത് നീണ്ടുപോകുന്നു. അത് ഇനിയിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഒറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂട്ടിക്കോ. ഇപ്പോൾ ഒരു ഞങ്ങൾക്കൊരു തുടർഭരണം കിട്ടുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. സ്വാഭാവികമായിട്ട് അയാളാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. അങ്ങനെ ഒരു പേര് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കണം. ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ വരും, MLA മാരെ കാണും, ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിൽ സമർപ്പിക്കും, അവരത് പരിശോധിക്കും, എന്നിട്ട് നേതാക്കന്മാരുമായി ഡിസ്കസ് ചെയ്യും, അവിടെ നിന്ന് പ്രഖ്യാപിക്കും. ഇത് ഇനി ഒരാളുള്ളെങ്കിൽ നടക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ നിർഭാഗ്യകരമായ ഒരു കാര്യം പറയാനുള്ളത്, ആർക്കും അഭിപ്രായം പറയുന്നതിലൊരു തെറ്റുമില്ല, ഒരു തടസ്സമില്ല. ഇപ്പം എനിക്ക് അഭിപ്രായമുള്ളതുപോലെ മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടാകും. അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിനുണ്ട്. പക്ഷേ തെരുവിലേക്ക് കൊണ്ടുവന്ന് വളരെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരുടെ ഫ്ലെക്സ് ഒക്കെ വലിച്ച് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അത് കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് സംസ്കാരത്തിൽ നിൽക്കുന്ന ആരും ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടക്കം. അദ്ദേഹം CPM-കാരാൽ അങ്ങേയറ്റം വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ്. നീതിമാനായിരുന്നിട്ടും വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് എന്നും വൈകാരികമായതുള്ളതാണ്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം സംഘടനയുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളാണ്. അതൊക്കെ അതുപോലത്തെ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ല. അത് ആ സമീപനം സ്വീകരിച്ചാലും അത് നല്ലതല്ല, ശരിയല്ല, അംഗീകരിക്കാൻ കഴിയില്ല. തെരുവിൽ ഫ്ലെക്സ് വലിച്ചു കയറുന്ന പരിപാടി കോൺഗ്രസ് സംസ്കാരമുള്ളവരുടെ അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാതെ അഭിപ്രായം പറയുന്നതൊക്കെ കുഴപ്പമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ അഭിപ്രായം പറയുന്നതൊക്കെ എല്ലാവർക്കും പറയാം, എല്ലാവരും പറയുന്നുണ്ട്. കാരണം കോൺഗ്രസ് കുറച്ചുകൂടി വിശാല ജനാധിപത്യം അനുവദിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ആ ഒരു നടപടിയോട് ഞങ്ങൾക്കൊക്കെ കടുത്ത ഒരു വിയോജിപ്പാണുള്ളത്.